ഹലോ എവ്രി വൺ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ സെറ്റ് മുണ്ടും വാങ്ങിയെന്ന്. ഈ സെറ്റ് മുണ്ടാണ് വാങ്ങിയത്. എങ്ങനെയുണ്ട്? ഞാൻ സുന്ദരിയായിട്ടുണ്ടോ? അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഓണസദ്യ കഴിക്കാനായിട്ട് പോവാം. അരുണും മിതുക്കുട്ടി എല്ലാം ഓണക്കോടിയായിട്ടിരിക്കുന്നത്. മിതുക്കുട്ടിയുടെ ഓണക്കോടി അമ്മമ്മയും ചിറ്റയും കൂടെ വാങ്ങി തന്നതാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഓണസദ്യ കഴിക്കാനായിട്ട് ഫസ്റ്റ് പോകുന്നത് കസിൻ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞങ്ങളിന്ന് വീട്ടിൽ ഓണസദ്യ ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾക്ക് 2 ഓണസദ്യയാണ് ഈ തവണ. അപ്പോൾ ആദ്യം ചേട്ടൻ്റെ വീട്ടിലെത്തി. അവിടെ ചേച്ചി ഓണത്തപ്പനെയൊക്കെ വരവേറ്റ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ട് ഞങ്ങളിതാ ഓണസദ്യ കഴിക്കാനായിട്ട് പോവാം. അപ്പം മിതു അവിടെ ചെന്ന് ചേട്ടന്മാരുമായിട്ടൊക്കെ സെറ്റായി. അത് കഴിഞ്ഞിട്ട് ആദ്യം കുട്ടികൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞതാ അരുണാണ് കേട്ടോ വിളമ്പുന്നത്. കാരണം എനിക്ക് ഇങ്ങനെ വിളമ്പുന്നതിന് കറക്റ്റ് ഓർഡറൊന്നും അറിയത്തില്ല. അരുൺ പിന്നെ അതൊക്കെ നോക്കി വിളമ്പിക്കോളും. അപ്പോൾ അരുൺ ഈ ഓണസദ്യയൊക്കെ വിളമ്പി. ഇപ്പം ഇത് ചേട്ടൻ്റെ വീടാണല്ലോ, നമുക്കെല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പോൾ അരുണാണ് ഓണസദ്യ വിളമ്പുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഓണസദ്യ ആയിരുന്നു കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്നറിയോ? അവിടുത്തെ ആൻറ്റി ഉണ്ടാക്കിയതാണ്. നല്ല യമ്മിയായിരുന്നു. മിതുക്കുട്ടിയുടെ ഭാഷ പറയുവാണെങ്കിൽ വയറും മനസ്സും ഒക്കെ നിറഞ്ഞു. ആൻറ്റി എല്ലാ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടുകറിയും, തോരൻ, അവിയൽ, കാളൻ, പച്ചടി, കിച്ചടി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിക്കറി, പിന്നെ അച്ചാറുകൾ എനിക്ക് തോന്നുന്നു വാങ്ങിയതാണെന്ന് തോന്നുന്നു. പക്ഷെ ബാക്കി എല്ലാ കറിയും അടിപൊളിയായിരുന്നു. പിന്നെ പായസത്തിനൊരു ശകല മധുരം വേണമായിരുന്നു. അത് ഞാൻ ആൻറ്റിയോട് പറയുകയും ചെയ്തു. പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ മധുരം പ്രതീക്ഷിക്കുമല്ലോ, അതുകൊണ്ട് മാത്രം. പിന്നെ ചേച്ചി ഞാനും കൂടെ അത് കഴിഞ്ഞിട്ടിരുന്നു കഴിക്കാനായിട്ട്. ആ കഴിക്കുന്ന എൻ്റെ കഴിപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി സദ്യയായിരുന്നെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞതാ മിതുക്കുട്ടി ചേട്ടൻ്റെ ടോയ്സ് മുഴുവൻ എടുത്ത് എറിയലാണ്. അപ്പോൾ ചേട്ടനാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും മിതു അതൊരു ഓളമാക്കി മാറ്റി. അവിടെ മുഴുവൻ ടോയ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേട്ടന്മാരും അരുണും എല്ലാം കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ അവിടുന്ന് അത് കഴിഞ്ഞ് ഇറങ്ങി നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ ഓണസദ്യ ഉണ്ട്. അപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ കഴിച്ചോണമെന്ന്. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ കഴിച്ചിരുന്നു. പിന്നെ ഇവരെയും വിഷമിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്നും ഓണസദ്യ കഴിച്ചു കേട്ടോ. അപ്പോൾ 2 ഇടത്തു നിന്നും ശകലം വീതം വെച്ചാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഈ തവണ ഞങ്ങൾക്ക് 2 ഓണസദ്യ ആയിരുന്നു. ഇവിടെയും ഗായത്രി നല്ല അടിപൊളിയായിട്ടാണ് ഓണസദ്യ ഉണ്ടാക്കിയത്. അങ്ങനെ ഗായത്രിയുടെ ഓണസദ്യയും കഴിച്ചു. ഇതെല്ലാം വളരെ സന്തോഷത്തോടെ ഈ തവണത്തെ ഓണം ഞങ്ങൾ ആഘോഷിച്ചു. പിന്നെ ഈ തവണ വേറൊരു സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് അവിടെ തൃക്കുടുത്താനം ഞങ്ങളുടെ അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നിന്ന് ഒരു ഓണ സമ്മാനം പോലെ ഫസ്റ്റ് പ്രൈസ് കിട്ടി കേട്ടോ. അവിടുത്തെ ഒരു ടിക്കറ്റിന് അമ്മ ഒരു ടിക്കറ്റ് എടുത്തിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസും കൂടെ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഈ 2024 ഓണത്തിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നാളെ കാണാം. ബൈ.